ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മലയോര പട്ടണമായ കരുവഞ്ചാൽ ഇന്ന് സമരവീര്യത്തിൽ ഇരമ്പുകയാണ്. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ടൗണിൽ പകൽ സമയത്ത് ശക്തമായ പ്രതിഷേധ പ്രകടനം നടന്നു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ മുദ്രാവാക്യം മുഴക്കി നൂറുകണക്കിന് തൊഴിലാളികളാണ് തെരുവിലിറങ്ങിയത്. കരുവഞ്ചാൽ ജംഗ്ഷനിൽ നടന്ന പ്രകടനം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പ്രകടനത്തിന് ശേഷം നടന്ന സമരസമ്മേളനത്തിൽ ട്രേഡ് യൂണിയൻ നേതാക്കൾ അണികളെ അതിനെതിരെയുള്ള സമരങ്ങൾ അതിശക്തമായി തന്നെ നടന്നു വരികയാണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുമ്പാണ് ഐതിഹാസികമായിട്ടുള്ള കർഷക സമരങ്ങൾക്ക് മുമ്പിൽ ഈ മോഡി ഗവൺമെന്റ് മുട്ടുമടക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഇന്ത്യയിലെ ഏതാണ്ട് 3 കോടിയിൽ പരം വരുന്ന തൊഴിലാളികളാണ് ഇന്ന് ഈ സമരമുഖത്തുള്ളത്. ഇന്നത്തെ പണിമുടക്കിൽ അവർ പങ്കെടുക്കുന്നു എന്നുള്ളത് അത്ഭുതപൂർവമായ ഒരു കാര്യവും കൂടിയാണ്. ഏറ്റവും താഴെത്തട്ടിലുള്ള തൊഴിലാളികൾ മുതൽ IT പ്രൊഫഷണൽ അടക്കമുള്ള ആളുകളാണ് ഈ പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ന് അണിചേർന്നിരിക്കുന്നത്. കാരണം സമസ്ത മേഖലയിലെയും തൊഴിലാളികളെ, അത് തൊഴിലാളികളാണേലും ജീവനക്കാരാണേലും കർഷകരാണേലും വിദ്യാർത്ഥികളാണേലും യുവജനങ്ങളാണേലും മഹിളകളാണേലും ഏതൊരാളുകളെയും ബാധിക്കുന്ന ഒരു വിഷയമായി തൊഴിൽ നിയമവും ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ നിയമത്തിലൂടെ നമുക്ക് ഈ നാട്ടിലേക്ക് കടന്നു വരികയാണ്. നെൽകർഷകരെ അടക്കം ദ്രോഹിക്കുന്ന ഒരു നിലപാടുമായി ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് വന്നിരിക്കുന്നത്. കേരളം, ഇന്ത്യയിലാകെ കേരളം എന്ന് പറഞ്ഞ ഈ കൊച്ചു സംസ്ഥാനമാണ് ഈ കർഷകരെ, ഈ നെൽകർഷകരെ ചേർത്ത് പിടിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് സമസ്ത മേഖലയിലും ഇതുപോലെയുള്ള തൊഴിലാളി കർഷക ദ്രോഹ നടപടികൾ വരുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കുക, അതിനോടൊപ്പം ആ സമരങ്ങളിൽ മുഴുവൻ തൊഴിലാളികളെയും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെയും മറ്റ് ജനവിഭാഗങ്ങളെയും ഈ സമരത്തോടൊപ്പം ചേർത്ത് നിർത്തണം. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുമെന്ന് നേതാക്കൾ പ്രസംഗത്തിൽ വ്യക്തമാക്കി. സമരപ്രകടനത്തിന്റെ ആവേശം നിലനിൽക്കുമ്പോഴും കരുവഞ്ചാൽ ടൗൺ പൊതുവെ ശാന്തമാണ്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നതിനാലും വാഹനങ്ങൾ നിരത്തിലിറങ്ങാത്തതിനാലും ജനജീവിതം പൂർണ്ണമായും നിശ്ചലമായ അവസ്ഥയിലാണ്.